കമ്പമലയിൽ കാട്ടുതീ പടർന്ന സംഭവത്തിൽ ഒരാൾ പിടിയിൽ. പഞ്ചാരക്കൊല്ലി സ്വദേശി സുധീഷാണ് പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ് സുധീഷ്. കാടിനാരോ തീയിട്ടതാണെന്ന് നേരത്തെ DFO പറഞ്ഞിരുന്നു. ആഷിഖ് റഹ്മാൻ ചേരുന്നു വിവരങ്ങളുമായി. ആഷിഖ്, എന്തായാലും കാടിനാരോ തീയിട്ടതാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു വനം വകുപ്പ്. ഇപ്പോൾ അതിൽ ഒരാൾ പിടിയിലായിരിക്കുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് പോലീസ്? കാരണം ഈ വനാതിർത്തിയിൽ നിന്ന് ഏറെ ഉൾക്കാട്ടിലാണ് ഈ ഒരു തീപിടുത്തം നടന്നത്. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ടെന്ന് നേരത്തെ തന്നെ ഈ വനംവകുപ്പിന്റെ നോർത്ത് DFO ആയിട്ടുള്ള മാർട്ടിൻ ലോവൽ തന്നെ വിശദീകരിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ്, ഒരു കസ്റ്റഡിയിൽ നടന്നിരിക്കുന്നത്. പഞ്ചാരക്കൊല്ലി സ്വദേശി സുധീഷാണ് പിടിയിലായിരിക്കുന്നത്. ഇദ്ദേഹം നിരവധി കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ലഹരി കേസുകളിലടക്കം പ്രതിയായ ഇദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു തീവ്രത്തിൽ പങ്കാളിയായി എന്നാണ് ഇപ്പോൾ ഒരു സംശയമായി പോലീസ് അടക്കം അറിയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റു കൂട്ടാളികളും ഈ വിഷയത്തിൽ പങ്കുണ്ടെന്നൊരു സംശയവും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ ഒരു ശ്രമം ഈ ഒരു തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം സംശയിക്കുന്നത്. നിലവിൽ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ് ഈ സുധീഷ് ഉള്ളത്. ഇനി പോലീസിനടക്കം കൈമാറി തുടർ അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും. ഈ DFO പ്രധാനമായിട്ടും ഈ ഒരു തീപിടുത്തത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ കാരണം ഈ തലപ്പുഴയിൽ 2 വട്ടം ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തം ഉണ്ടായി. ആ സമയത്തെല്ലാം ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സമയത്താണ് 2 തവണയും ഈ തീപിടുത്തത്തിന്റെ സാന്നിധ്യം ഉണ്ടായത്. രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞത് ഉൾക്കാട്ടിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായെന്നുള്ളതാണ്. അങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാന്നിധ്യമുള്ള സ്ഥലമല്ല എന്നും അങ്ങനെ തീപിടുത്തം ഉണ്ടാകാൻ സാഹചര്യമില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും തീ പിടിപ്പിച്ചതാണ് എന്നൊരു കാര്യം സംശയമുണ്ടെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നാലെ കസ്റ്റഡി വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു സംശയം വനംവകുപ്പ് പ്രകടിപ്പിച്ചത്. കാരണം ഇന്നലെ തീപിടുത്തം ഉണ്ടായി, ഇന്നും സമാന രീതിയിൽ വീണ്ടും തീപിടുത്തം ആവർത്തിക്കുന്നു. അത് ആരോ മനഃപൂർവ്വം തന്നെ തീയിട്ടതാണ് എന്നൊരു സംശയമായി ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഒരു സംശയം ശരിയാകുന്ന പോലെയാണ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ആൾക്കാർ ഈ കേസിൽ പെട്ടിട്ടുണ്ടോ, തീപിടുത്തത്തിൽ കൂടുതൽ പങ്കാളിയായിട്ടുണ്ടോ, എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ള കാര്യമെല്ലാം ഈ വനംവകുപ്പ് ഇടക്കം അന്വേഷിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ തലപ്പുഴയിൽ തീപിടുത്തത്തിൽ വലിയ രീതിയിൽ 2 മല തന്നെ കത്തുന്ന രീതിയിൽ തീപിടിക്കുകയും ഫയർഫോഴ്സ് അടക്കം വളരെ കഷ്ടപ്പെട്ടാണ് രാത്രിയോടുകൂടി തീ കെടുത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അന്വേഷണം തന്നെ പോലീസും വനംവകുപ്പ് അടക്കം നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രതി തന്നെ കസ്റ്റഡിയിലായിരിക്കും എന്നുള്ളതാണ്. സ്വാതി. ശരി ആഷിഖ്, വയനാട് തലപ്പുഴ കമ്പമലയിലാണ് കാട്ടുതീ പടർന്ന സംഭവത്തിൽ ഒരാൾ പിടിയിലായിരിക്കുന്നത്. പഞ്ചാരക്കൊല്ലി സ്വദേശി സുധീഷാണ് പിടിയിലായത്.